പലരും ഈ മ്യൂച്വൽ ഫണ്ടുകളെ വളരെ സങ്കീർണമായ ഒന്നായിട്ടാണ് കാണുന്നത്. അതായത് പലരും വളരെ കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയാണ് ഇതിൽ നിക്ഷേപിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത് എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. വളരെ അടിസ്ഥാന തലത്തിൽ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് സമാഹരിക്കുന്ന പണം ഒന്നായി ചേർത്ത് രൂപീകരിക്കുന്ന ഒന്നാണ് ഈ മ്യൂച്വൽ ഫണ്ട്. ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യാനായി ഒരാളുണ്ടായിരിക്കും. ആ വ്യക്തിയെ നമ്മൾ പ്രൊഫഷണൽ ഫണ്ട് മാനേജർ എന്നായിരിക്കും വിളിക്കുക. പൊതുവായ നിക്ഷേപ ലക്ഷ്യങ്ങളുള്ള ഒരു കൂട്ടം നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിക്കുന്ന ഒരു ട്രസ്റ്റായിട്ടും നമുക്കിതിനെ കണക്കാക്കാം. ഇവർ ഈ പണം ഇക്വിറ്റികളിലും ബോണ്ടുകളിലും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളിലും അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികളിലും നിക്ഷേപിക്കും. ഇക്വിറ്റീസ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ എല്ലാ ആസ്തികളും വിറ്റ് അതിന്റെ എല്ലാ കടങ്ങളും അടച്ചാൽ അതിന്റെ ഓഹരി ഉടമയ്ക്ക് നൽകുന്ന തുകയാണ്. ബോണ്ട്സ് എന്ന് വെച്ചാൽ സർക്കാരുകളും കോർപ്പറേഷനുകളും പണം സ്വരൂപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ബോണ്ടുകൾ പുറപ്പെടുവിപ്പിക്കും. ഒരു ബോണ്ട് വാങ്ങുന്നതിലൂടെ നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു ലോൺ നൽകുന്നു. കൂടാതെ ഒരു നിശ്ചിത തീയതിയിൽ നിങ്ങൾക്ക് ലോണിന്റെ മുഖവില തിരികെ നൽകാനും അതിന് ആനുകാലികമായി പലിശ പേയ്മെന്റ് നൽകുവാനും അവർ സമ്മതിക്കുന്നു. സാധാരണയായി വർഷത്തിൽ 2 തവണയാണ് ഇത് നൽകേണ്ടത്. മണി മാർക്കറ്റ് എന്നത് ഒരു സംഘടിത വിനിമയ വിപണിയാണ്. അവിടെ പങ്കെടുക്കുന്നവർക്ക് 1 വർഷമോ അതിൽ താഴെയോ ശരാശരി കാലാവധിയുള്ള ഹ്രസ്വകാല ഉയർന്ന നിലവാരമുള്ള ഡെറ്റ് സെക്യൂരിറ്റികൾ വായ്പയായി നൽകാനും കടം വാങ്ങാനും സാധിക്കും. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഓരോ നിക്ഷേപകനും യൂണിറ്റുകൾ നൽകാറുണ്ട്. എന്താണ് ഈ യൂണിറ്റുകൾ എന്ന് ചോദിച്ചാൽ ഫണ്ടിന്റെ ഹോൾഡിങ്ങുകളുടെ ഒരു ഭാഗമാണ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. സ്കീമിന്റെ നെറ്റ് അസറ്റ് വാല്യൂ അഥവാ നാവ് കണക്കാക്കിക്കൊണ്ട് നിശ്ചിത ചെലവുകൾ കിഴിച്ച ശേഷം നിക്ഷേപകർക്ക് ഈ കൂട്ടായ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അഥവാ ലാഭം ആനുപാതികമായി വിതരണം ചെയ്യും. താരതമ്യേന കുറഞ്ഞ ചെലവിൽ പ്രൊഫഷണലായി മാനേജ് ചെയ്യുന്ന വൈവിധ്യമാർന്ന സെക്യൂരിറ്റികളുടെ ഒരു ഗണത്തിൽ നിക്ഷേപിക്കുവാനുള്ള ഒരു അവസരമാണ് മ്യൂച്വൽ ഫണ്ട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അനുയോജ്യമായ നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്ന് തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ട്. ഇനി എങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. അഡീഷണൽ ഡോക്യുമെന്റേഷൻ ഇല്ലാതെ തന്നെ എത്ര ഫണ്ടുകളിൽ വേണമെങ്കിലും നിക്ഷേപിക്കുവാൻ നമുക്ക് സാധിക്കും. ആദ്യമായി മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന ഒരാൾ അയാളുടെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഇത് ഒറ്റ തവണത്തെ ഒരു പ്രോസസ്സാണ്. ഈ KYC വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സഹായത്തിനായി ഒരു ഡിസ്ട്രിബ്യൂട്ടറെയോ നിക്ഷേപ ഉപദേശകനെയോ സമീപിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലൂടെ തന്നെ ഈ KYC പൂർത്തിയാക്കാൻ കഴിയും. KYC പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഓരോ നിക്ഷേപത്തിനും കൂടുതൽ പരിശോധന നടത്താതെ തന്നെ നമുക്ക് ഏതൊരു ഫണ്ടും നിക്ഷേപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാം. KYC വെരിഫിക്കേഷന് ശേഷം നിക്ഷേപം നടത്താൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെയോ രജിസ്ട്രേഡ് നിക്ഷേപ ഉപദേശകരെയോ സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറെയോ ബാങ്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക ഇടനിലക്കാരുടെയോ സഹായത്തോടെ നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും. എന്നാൽ സ്വയം നിക്ഷേപിക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഫണ്ട് ഹൗസിന്റെ ഏറ്റവും അരികിലുള്ള ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ അവരുടെ വെബ്സൈറ്റ് വഴിയോ നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ്. നേരിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണോ നിക്ഷേപം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഫണ്ടിന്റെ വെബ്സൈറ്റ് വഴിയോ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ ഓൺലൈനിൽ നിക്ഷേപിക്കാവുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ഉപദേശമോ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെയോ നിക്ഷേപ ഉപദേശകനെയോ അല്ലെങ്കിൽ ബാങ്കിനെയോ ഇടനിലക്കാരായി ആശ്രയിക്കാവുന്നതാണ്. ഒരു തുടക്കക്കാരനാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് പ്രധാനമായും ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 3 തരം മ്യൂച്വൽ ഫണ്ടുകളാണ് ഉള്ളത്. ഇക്വിറ്റി ഫണ്ട്, ഡെറ്റ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട്. ഇതിൽ ഇക്വിറ്റി ഫണ്ടിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൾട്ടി ക്യാപ്, സെക്ടർ ഫണ്ട്, ELSS, തീമാറ്റിക് ഫണ്ട് എന്നിങ്ങനെ. ഇക്വിറ്റി ഫണ്ടുകളിൽ ഉള്ളതുപോലെ തന്നെ ഡെറ്റ് ഫണ്ടുകളിലും ഒരുപാട് വിവിധ തരം പദ്ധതികളുണ്ട്. അതായത് ഓവർനൈറ്റ് ഫണ്ടുകൾ, ലിക്വിഡ് ഫണ്ട്, അൾട്രാ ഷോർട്ട് ടൈം ഫണ്ട്, ഗിൽറ്റ് ഫണ്ട്, FMP എന്നിങ്ങനെ. 1 ദിവസം മുതൽ 30 വർഷത്തിലധികം വരെ കാലാവധിയുള്ള പദ്ധതികളാണുള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഫണ്ടുകളെ പറ്റി സംസാരിക്കാം. ഇക്വിറ്റി ഫണ്ട്. ഓഹരിയിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഓഹരിക്ക് നഷ്ടസാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഫണ്ട് റിസ്ക് ഉള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ അതേസമയം ഓഹരിയിലെ പോലെ ഉയർന്ന ആദായം കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. റിസ്ക് എന്ന ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ വേണം ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കുവാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ടുകളെ പല വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഓഹരിയുടെ വിപണി മൂല്യം അടക്കമുള്ള ഘടകങ്ങളെ പരിഗണിച്ചിട്ടാണ് ഇവയെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. ഡെറ്റ് ഫണ്ട്
സർക്കാർ കടപ്പത്രങ്ങൾ, പ്രൈവറ്റ് കമ്പനി ബോണ്ടുകൾ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ട്രഷറി ബില്ലുകൾ ഇതുപോലെ സുരക്ഷയുള്ള മേഖലകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ഡെറ്റ് ഫണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇക്വിറ്റി ഫണ്ടുകളെ അപേക്ഷിച്ച് ഇവരുടെ നേട്ടം എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും. പക്ഷേ ഉയർന്ന സുരക്ഷ ഉണ്ടാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ഇവയിൽ നമുക്ക് നിക്ഷേപം നടത്താവുന്നതാണ്. ഹൈബ്രിഡ് ഫണ്ടുകൾ എന്നത് ഡെറ്റ് ഫണ്ടുകളുടെയും ഇക്വിറ്റി ഫണ്ടുകളുടെയും ഒരു മിശ്രിതമാണെന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ നമുക്ക് ഓഹരിയിലും അതേപോലെ തന്നെ കടപ്പത്രങ്ങളിലും നിക്ഷേപിക്കുവാൻ സാധിക്കും. ഇവയുടെ റിസ്ക്കും നേട്ടവും ഡെറ്റ് ഫണ്ടുകളെക്കാൾ കൂടുതലും എന്നാൽ ഇക്വിറ്റി ഫണ്ടുകളെക്കാൾ കുറവുമായിരിക്കും. ലാർജ് ക്യാപ് ഫണ്ട് ഇന്ത്യൻ വിപണിയിലെ സുസ്ഥിരവും ഏറ്റവും മികച്ചതുമായ ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും വിപണി മൂല്യമുള്ള ഓഹരികളിലായിരിക്കും നമ്മൾ നിക്ഷേപിക്കുക. അതുകൊണ്ട് തന്നെ ലാർജ് ക്യാപ് ഫണ്ടിൽ നമുക്ക് നല്ലതുപോലെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. പക്ഷെ അതിവേഗമുള്ള ഒരു കുതിപ്പ് അതിവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം. അതായത് സാവധാനമേ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ. കൂടുതൽ സുരക്ഷയോടെ നല്ല നേട്ടം ലക്ഷ്യമിടുന്നവർക്ക് ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സ്മോൾ ക്യാപ് ഫണ്ടുകളെ കുറിച്ചും സെക്ടർ ഫണ്ടുകളെ കുറിച്ചും നോക്കാം. വിപണി മൂല്യം കുറഞ്ഞ ഓഹരികളിൽ, അതായത് ചെറുകിട ഓഹരികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടാണ് സ്മോൾ ക്യാപ് ഫണ്ട്. വിപണി മൂല്യം കുറഞ്ഞ വിവിധ തരത്തിൽപ്പെട്ട 30ഓളം ഓഹരികൾ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ഹെൽത്ത് കെയർ, ബാങ്കിംഗ് തുടങ്ങി ഒരു വ്യവസായ മേഖലയിലെ ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് സെക്ടർ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇവ രണ്ടും റിസ്ക് ഏറ്റവും കൂടിയതും അതേപോലെ തന്നെ ഉയർന്ന നേട്ട സാധ്യത ഉള്ളവയുമാണ്. സ്മോൾ ക്യാപ് ഫണ്ടിനെ അപേക്ഷിച്ച് സെക്ടർ ഫണ്ടുകൾക്ക് റിസ്ക്കും നേട്ടവും കൂടുതലാണ്. ഉയർന്ന റിസ്ക് എടുക്കുവാൻ കഴിവുള്ളവർ മാത്രം ഇവയിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ബെറ്റർ. അതും ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രം. മൾട്ടി ക്യാപ് ഫണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും നിക്ഷേപിക്കാൻ കഴിയും എന്നതാണ്. അതായത് ഇതിലെല്ലാത്തരം ഓഹരികളും ഉൾപ്പെടുമെന്നർത്ഥം. ലാർജ് ക്യാപ് ഫണ്ടിനേക്കാളും ആദായവും സ്മോൾ ക്യാപ് ഫണ്ടിനേക്കാളും കുറഞ്ഞ റിസ്ക്കുമാണ് ഇവയുടെ സവിശേഷത. ആദ്യമായി നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിക്ക് മൾട്ടി ക്യാപ് ഫണ്ടുകൾ ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നത് വരെ